ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ബേബി നെല്ലോയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഹലോ നെബർ ഉടനെ നമ്മൾ ചെയ്യും. ബേബി നെല്ലോ കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്കിനി നേരെ ഈ ഒരു ഫ്യൂസ് ഇവിടെ കുത്തി വയ്ക്കാനായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്യൂസ് ഇവിടെ കുത്തി വയ്ക്കാം. എന്നിട്ട് പിങ്ക് കളർ സാധനമുണ്ട്. അതെങ്ങനെ കുത്തി വയ്ക്കണമെന്ന് ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇത് ആ ബോക്സ് പോലത്തെ സാധനത്തിനുള്ളിലുണ്ട്. അപ്പം ഇത് അവിടെ ഒരു കോയിൻ ഉണ്ടായിരുന്നു. ഇത് എവിടെ ഒരു കോയിൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ കോയിൻ എടുക്കാം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യമുണ്ട്. ഇത് കിട്ടേണ്ടതാണ് ഗൈസ്. കിട്ടിയെങ്കിൽ എനിക്ക് പറഞ്ഞാൽ അവിടെ ഒരു ലോക്കർ ഉണ്ട്. അതിനകത്ത് കോഡൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. 4317 നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു കോഡ് ശ്രദ്ധിച്ചിരുന്നു ഗൈസ്. ഓക്കെ, എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡ് എന്തിനാണെന്നാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഗൈസ്. ഈ ബേബീനെ അതിൻ്റെ ഉള്ളിൽ ഇടണം. ഓക്കെ, 4 അടിക്കുക. 17. അവിടെ ഒരു തൊഴിൽ ദിവസമുണ്ട്. എനിക്കിനി ഈ ബേബീനെ ഇങ്ങോട്ടേക്ക് ഇടാം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു വൈറ്റ് റാബിറ്റ് ഉണ്ടായിരുന്നു. കണ്ട ഈ സാധനമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അപ്പം ഇനി ഈ ബ്ലൂ സാധനം വയ്ക്കണമല്ലേ. ഇത് വച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് ഈ ലിവറിൽ പിടിച്ചേക്കാം. ഇപ്പം നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് നമുക്ക് ലിഫ്റ്റിൽ കയറാൻ എന്തോ ഒരു പ്രശ്നം വരാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ലിഫ്റ്റ് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അവിടെ മുയലുണ്ട് കേട്ടോ ഗൈസ്. മുയൽ ചത്തില്ല. അയ്യോ ഗൈസ്, ആ മുയലിന്റെ പിന്നാലെ പോവാ. യെസ്, മുയലിന്റെ പിന്നാലെ പോവാ. ചുമ്മാ ഇവിടെ കിടന്ന് പണി. എൻ്റെ മോനെ, അവിടെ താക്കോല് കണ്ടത് കാരണം നമ്മളത് എടുത്തിട്ട് പോയി. എനിക്കിനി അയ്യോ ഇവിടെ മൊത്തം താക്കോല്. ഓക്കെ, ഒരെണ്ണം കിട്ടി. മറ്റത് ദേ എടുക്കണി ഗൈസ്. അടുത്തടുത്ത് വെച്ചോണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കേറൂലെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിനി നേരെ പോവാ. കേറൂലെന്ന് വിചാരിക്കാന്നല്ല, അതേ പോണം. മുയൽ ചത്തില്ല ഗൈസ്. ഓക്കെ, ലിഫ്റ്റിൽ കയറാം. ബേബിന് ഓക്കെ ഗൈസ്, ബേബീനെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ എക്സിറ്റ് ആണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ കളിച്ച് പിക്മാൻ മാന്യൂസ് കിട്ട്. ഓക്കെ, ഈ വെയിറ്റ് ഫോർ സംതിങ്. എനിക്ക് കൂട്ടാത്ത ഗൈസ് മൊബൈല്. ഓക്കെ, ബേബിയുടെ മോട്ടില് അതെവിടെയായിരുന്നു ഇവിടെ. നമുക്ക് ഈ ഒരു എൻവയോൺമെന്റ് ഒക്കെ ഫുള്ളും കേട്ട് മനസ്സിലായിട്ടില്ല. നമ്മൾ പിന്നെ ഗൈസ് ഒരു കാര്യം നമ്മൾ ചെയ്തു ഗൈസ്. ഈ ബേബിയുടെ ഡ്രസ്സൊന്നും മാറ്റിയായിരുന്നു. ഇപ്പൊ ക്രിസ്മസ് ഡ്രസ്സായിട്ട് എനിക്ക് പുതിയത് കിട്ടി. അവിടെ ഔട്ട്ഫിറ്റ് കിട്ടാൻ നമുക്കൊരു ക്രിസ്മസ് ഡ്രസ് കിട്ടി. നമുക്കൊരു താക്കോല് ഗൈസ്. അപ്പൊ നമുക്ക് ഒരു താക്കോല് വെച്ചിട്ട് തുറക്കാൻ പറ്റൂല. അവിടെ വേറെ താക്കോല് വേണം ഗൈസ്. അപ്പൊ ആ താക്കോൽ എന്തിനാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ല ആവശ്യമുണ്ട് ഗൈസ്. അപ്പൊ നമുക്കിനി ബേബി നമുക്ക് ലിഫ്റ്റ് ശരി കയറാം. ഡോറ് ഗൈസ് മറ്റേ താക്കോല്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് അത് തുറക്കാം. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ. ഓക്കെ, അവിടെ ലവ് ചിഹ്നത്തിന്റെ സാധനം ഉണ്ട്. നമുക്ക് ലിഫ്റ്റിൽ പോയിക്കാൻ എന്താവുന്ന അവിടെ എന്താണ്ടൊക്കെ ഡ്രോയിങ്സ് ചെയ്ത സാധനമുണ്ട്. ലിഫ്റ്റിൽ പോയിട്ട് എന്താവും നമുക്ക് നോക്കാം ഗൈസ്. നല്ല വെയിറ്റ് ചെയ്യാം. ഗൈസ് ഓക്കെ, അവിടെ എന്തോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഗൈസ്.
ഞങ്ങൾക്ക് ഈ താക്കോൽ കൊടുക്കുമ്പോൾ അവിടെ പോയിട്ട് തുറക്കാൻ പറ്റും. ഓക്കെ, മേലേക്ക് എന്തോ സ്റ്റെപ്പ് പോലെ സാധനം ഉണ്ട്. നമുക്കിനി അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളപ്പോൾ ഇത് ഒരുപാട് ദൂരമൊന്നുമില്ല. ഈസ് ടയർഡ് ബോയ് സാരില്ല, ടയർഡ് ബോയ് എന്നാൽ നമ്മൾ എടുക്കണ്ട ഗൈസ്. ആ ഒരു ടയർഡ് ബോയ് എന്നാൽ വെറുതെ പറയേണ്ടതാണ്. ആക്ച്വലി അവന് വലിയ കുരുവൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും റോക്കറ്റ് പോലെ പോകുന്നുണ്ട്. എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് അവനെ കിടക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ പോവാം ഗൈസ്. ഓക്കെ ബേബി. ആ ടി വി പ്രശ്നമുണ്ടോ ഗൈസ്? ഓക്കെ ഗൈസ്, നമുക്കിനി അന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഗൈസ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല ഗൈസ്. ഓക്കെ, അവിടെ ഒരു ടി വി വന്നിട്ടുണ്ട്. ആ ചെറുക്കൻ്റെ അവിടെ ടി വി ഇരിക്കണം ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് ഗൈസ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞോളാം. ഇതൊരു ടൈം ലൂപ്പാണ് ഗൈസ്. നമ്മൾ പോയ വഴികൂടെയാണ് പോകുന്നത്. ഞാനിപ്പോൾ അല്ല ഗൈസ്, എക്സിറ്റ് എത്തി. പക്ഷേ ഈ റോഡ് ഇങ്ങനെ ചരിഞ്ഞിരിക്കണേ ഗൈസ്. അപ്പൊ നമുക്ക് അവിടെ രണ്ട് പറക്കണേ ഞാൻ കുരുപ്പൊന്നു. അവിടെ ഡോർ തുറന്നിട്ടപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി ഗൈസ്, അവിടെ എന്തെങ്കിലും വരുമെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എക്സിറ്റ് വേണ്ട വീഡിയോ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യല കേട്ടോ ഗൈസ്. കാരണം എക്സിറ്റ് കുറേ കളിക്കാനുണ്ട്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് കളിച്ച് നിർത്തി അവിടെ നിന്ന് നമ്മൾ വീണ്ടും തുടങ്ങാൻ ഗൈസ്. ഓക്കെ, എക്സിറ്റ് അയ്യോ എങ്ങനെ ഇരിക്കാണ് ഇത്? ഫുള്ളൊരു ഹൊറർ ഗെയിമാണ് കേട്ടോ, ഭയങ്കര ഒരു. പിന്നെ ഗൈസ് നിങ്ങൾക്കൂടെ സൗണ്ട് കേൾക്കാനുണ്ടാവില്ല ബേബിയുടെ ഒന്നും, കാരണം എൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്ങിനകത്ത് സൗണ്ട് കേൾക്കുന്ന. അപ്പോൾ ഗൈസ് ഇതോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു ബേബിക്ക് ഒരു മുയലിൻ്റെ ഒക്കെ കഥ പറഞ്ഞു കൊടുത്തത്? ആ ബുക്കിനകത്തുള്ളതാണ് ഗൈസ് നിൽക്കണത്. അപ്പോൾ നമ്മളെ സ്ക്രീൻ റെക്കോർഡറിന് ഒരു കുഴപ്പമുണ്ട് ഗൈസ്. സ്ക്രീൻ റെക്കോർഡർ വർക്കാവൂല. ഓക്കെ, സ്ക്രീൻ റെക്കോർഡർ വർക്കാവത്തില്ല. സ്ക്രീൻ റെക്കോർഡർ വർക്കാവും, പക്ഷെ സ്ക്രീൻ റെക്കോർഡർ ചെയ്യുമ്പോൾ സൗണ്ട് കിട്ടൂല ഗൈസ്. സ്ക്രീൻ റെക്കോർഡർ വർക്കാവൂല. നമ്മൾ എന്താ പറയണേ? നമുക്ക് ഈ ചെക്കൻ നമ്മളെന്തോ പരിപാടി ഉണ്ട്. അടിപൊളി. ഈ ചെക്കന് കണ്ടിട്ട് മറ്റേ കുശനല്ലേ ഗൈസ്? അത് അല്ലേ? ഇതെന്തത് പമ്പലുണ്ട് ഗൈസ്. ഇത് എയറോപ്ലെയിൻ. കോച്ച് കൊടുക്കേണ്ട ഓരോ സാധനങ്ങളെ. ഓക്കെ, എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് കടം. അവിടെ അല്ല, മൊയലിൻ്റെ അവിടെ മൊയലിക്കണല്ല. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കിട്ടണം ഗൈസ്. അപ്പോൾ എന്തുണ്ടാവും? നമ്മൾ അങ്ങോട്ട് ചാടണ്ട ഗൈസ്. നമ്മൾ കഴിച്ച് അങ്ങോട്ട് ചാടേണ്ടി വരും. നമ്മുടെ പാലം വന്നു ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പോവാം ഗൈസ്. ഇവിടെ നിന്ന് എസ്കേപ്പായി. ഡോൺ ലീവ് എന്നൊക്കെ പറയണ്ടോ? ഓക്കെ, പുള്ളിക്കാരന്
ഗൈസ് അതാരും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അതാരിപ്പോ എന്തായാലും നമ്മുടെ എപ്പിസോഡ് ഇവിടെ നിൽക്കേണ്ട സമയമായി. ഓക്കെ, ഈ ഡോർ നമ്മൾ അവിടെ കണ്ട ഡോർ. അപ്പൊ എന്തായാലും നമ്മൾ എപ്പിസോഡ് നിർത്താൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. ബൈ.